ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഞാൻ പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓഫറൊക്കെ ഇടുന്ന കാരണം അത്യാവശ്യം നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മാഷാ അല്ലാ, വിചാരിച്ചതിനേക്കാളും സൂപ്പറായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാര്യം നമ്മൾ ഫസ്റ്റ് ഹെയർ ബാൻഡും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് അങ്ങനെയുള്ള റെഡിമെയ്ഡ് ഐറ്റംസ് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ മാഷാ അല്ലാ എല്ലാം കാലിയായിട്ടാണ്. അപ്പോൾ കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ ആയിട്ട് കമൻറ്റിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ എന്ന്. മൈൻഡ് ചെയ്യാഞ്ഞിട്ടില്ല, ഒരേ ടൈമിൽ കുറേ മെസ്സേജ് വരുമ്പോൾ നമുക്കെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്ത കാരണമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്. വീട്ടിൽ കുട്ടികളുണ്ട്, അവരുടെ കാര്യങ്ങളും എല്ലാം കൂടി ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീട്ടിലുള്ള എൻ്റെ ഒഴിവ് സമയത്താണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പം എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇത് നന്ന രാവിലെയാണ് കേട്ടോ, നമുക്ക് ഫുൾ ടൈം പണിയാണല്ലോ. അപ്പോൾ മോനെ പഠിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ നമ്മൾ പാർസൽ ചെയ്യുമ്പം അവർ അഡ്രസ്സൊക്കെ എഴുതണമല്ലോ. അപ്പോൾ അഡ്രസ്സ് ഒരുമിച്ച് എഴുതി വെക്കുകയാണ്. അങ്ങനെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അഡ്രസ്സ് ഒട്ടിച്ച് കൊടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ബിസിനസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കൂടെ മാത്രമായിരുന്നു ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോരോ ഐറ്റംസ് കാണിക്കുമ്പോൾ അവർ ഓൾറെഡി നമുക്ക് ബീഡ്സും ഹെയർ ആക്സസറീസ് മേക്കിങ്ങിൻ്റെ ആക്സസറീസ് നമ്മൾ മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ തന്നെയാണ് അധിക പേര് നമ്മളെ അടുത്ത് നിന്ന് ഐറ്റംസ് വാങ്ങിക്കുന്നത്. അവർക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുവിധം എല്ലാവരും നമ്മളെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ അവർക്ക് വീഡിയോയിൽ കാണുമ്പം അത്രയും ക്ലാരിറ്റി ആയിട്ട് സ്ക്രീൻഷോട്ടൊന്നും എടുത്താൽ കസ്റ്റമേഴ്സിനോട് ഫോട്ടോസൊന്നും അയക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഫോട്ടോസ് ഞാനതിൽ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവരത് സ്റ്റാറ്റസ് വെച്ചിട്ടോ അല്ലെങ്കിൽ അവർ ഗ്രൂപ്പിലിട്ടിട്ടോ അല്ലെങ്കിൽ അവർ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്തിട്ടോ അങ്ങനെയൊക്കെയാണ് ഓർഡർ പിടിക്കുന്നത്. അപ്പോൾ കുറേ പുതിയ ആൾക്കാർ വന്നപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ കാണിക്കും, അതിന് ശേഷം വീഡിയോ ഇട്ടതിന് ശേഷം അതിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഫോട്ടോസ് ഷെയർ ചെയ്യും, അതിൻ്റെ റേറ്റും കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ എളുപ്പമാവുമല്ലോ. പിന്നെ കോൾ ചെയ്യാതിരിക്കാൻ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ചിലപ്പം കുറച്ച് നേരം വൈകിക്കൂടാ ഇല്ല, കാരണം നമുക്ക് ഓഫറും കുട്ടികളുടെ കാര്യം ഒക്കെ നിങ്ങൾക്കറിയാം. 4 കുട്ടികളെ മാനേജ് ചെയ്യാമെന്നല്ല, ഒരു കുട്ടീനെ മാനേജ് ചെയ്യുന്നതിന് ആദ്യം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ 4 കുട്ടികളും അവർക്കൊക്കെ പരീക്ഷയൊക്കെ കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഓഫർ ഇട്ടിട്ടുള്ളത്. മാത്രമല്ല റംസാൻ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വീട്ടിൽ ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ള പരിപാടികളും ഒക്കെ ഉണ്ടാവും. എൻ്റെ ഉമ്മ കുറച്ച് ദിവസം ഇവിടെ ഉള്ളത് കാരണം എനിക്കിപ്പോൾ കിച്ചണിലൊന്നും കയറേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് എനിക്ക് ഓഫറൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയത്. പിന്നെ വീട്ടിലിരുന്നു കൊണ്ട് ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ അതും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ല ഗുണമാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഗുണമാണ്. കാരണം നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബിസിനസ്സും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന സമയം എന്നില്ല, നമ്മൾ ഫുൾ ടൈം ജോലിയിൽ തന്നെ ആയിരിക്കും. ഒന്നെങ്കിൽ വീട്ടിലുള്ള ജോലി, അതല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ജോലി. കുറേ ആൾക്കാർ മെസ്സേജ് അയക്കും, മെസ്സേജിന് റിപ്ലൈ കൊടുക്കണം, അവർ ചോദിക്കുന്ന സാധനങ്ങളുടെ ഫോട്ടോസ് അയച്ചു കൊടുക്കണം. ചിലത് അതിൻ്റെ വേറെ കളറുണ്ടോ, നമ്മൾ ടെക്സ്റ്റൈൽസ് കയറിയാൽ ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ നമ്മൾ ഒരുപാട് വാട്സപ്പിലും ചോദിക്കും. അപ്പം ഒന്ന് ആലോചിക്കണം, അത് ഒരാളല്ല, ഒരു 10-20 ആളൊക്കെ ചിലപ്പോൾ ഒപ്പം ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഫോട്ടോസ് ഷെയർ ചെയ്ത് കൊടുക്കലും അവരായിട്ട് ചാറ്റ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അപ്പോൾ ചിലർക്ക് നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ദോഷഫലങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്. നമുക്കൊരു ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ ഇല്ല, കാരണം നമ്മൾ ഫുൾ ടൈം ജോലിയിൽ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് വാടക കൊടുക്കണ്ട, നമ്മൾ മുകളിലത്തെ പ്രഷറില്ല, നമ്മൾ തന്നെ നേരിട്ടല്ലേ ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ ജോലിക്കാരോട് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. നമ്മൾ തന്നെയാണ് ജോലിക്കാരും മുതലാളിയും ഒക്കെ. മുതലാളിയൊക്കെ നമ്മളായത് കാരണം എല്ലാ റിസ്ക്കും നമ്മളെ മേലിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് തന്നെ ചെയ്യുമ്പോൾ ഉള്ളൊരു സുഖം അത് വേറെ ഉണ്ട് കേട്ടോ, രണ്ടും ഉണ്ട്.
പിന്നെ നമ്മളെ ജോലിയൊക്കെ ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മളെ ജോലികൾ ചെയ്യാം, മക്കളെ നോക്കാം, അവർക്ക് പരീക്ഷയും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ അവർ ശ്രദ്ധിക്കണം. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യുമ്പോൾ അതൊക്കെ ഗുണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്കൊരു റെസ്റ്റ് എടുക്കാനുള്ള ടൈമൊക്കെ വളരെ കുറവായിരിക്കും. നമ്മൾ ഉച്ചക്കൊക്കെ ഒന്ന് മയങ്ങുന്ന സമയത്തായിരിക്കും മിക്കവാറും ഞാൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുക. 3 മണി വരെ നമുക്ക് അത്യാവശ്യം പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. 3 മണിക്ക് ലാസ്റ്റ് പോസ്റ്റ് ഓഫീസ് അടക്കും. അപ്പോൾ അതുവരെ പെട്ടെന്ന് പാക്കിംഗ് ആക്കി ചിലത് അർജൻറ്റായിട്ട് കൊടുക്കാനുള്ളത് ഉണ്ടായിരിക്കും. അപ്പം പാക്കിംഗ് ഒക്കെ പെട്ടെന്ന് തീർക്കാനുണ്ടായത് കാരണം 3 മണി വരെ ആ പരിപാടിയും. അതിന് ശേഷമായിരിക്കും ഫുഡ് കഴിക്കലും നിസ്കാരവും കുളിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ നടക്കുക. അതിന് ശേഷം കുറച്ച് സമയത്താണ് എഡിറ്റിങ് ചെയ്യുക. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലിട്ട് വരാൻ നേരമില്ല. അവരെ കൂടെ കുറേ സമയമൊന്നും ഇപ്പം ചിലവഴിക്കാൻ കഴിയാറില്ല. കാരണം നമ്മൾ വാട്സപ്പിൽ ഫുൾ ടൈം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, രാത്രിയിലൊക്കെ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരാറുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ ലേറ്റായി പോവാറുമുണ്ട്. ഓഫർ ഇടുമ്പോൾ നമുക്ക് എല്ലാ ആൾക്കാരെയും ഒരേപോലെ മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മൾ ഫസ്റ്റിൽ ഓഫർ ഇട്ട സമയത്ത് അപ്പം ഹെയർ ആക്സസറീസിൻ്റെ ക്ലിപ്പുകളൊക്കെ ഓരോ ബോർഡ് 6 പീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതേ സെയിം സാധനം തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് കാണിച്ച ബ്ലാക്ക് നെക്ലേസ് ഇപ്പോഴും അതിന് എൻക്വയറി ഉണ്ട്. ആകെ ഒരു പീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആദ്യം ബുക്ക് ചെയ്തവർക്ക് അല്ലെങ്കിൽ പേയ്മെൻറ്റ് അടച്ചവർക്ക് നമ്മൾ ആദ്യം മാറ്റി വെക്കും. ചിലർ വേണമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കും. അപ്പം അവർ ക്യാഷ് എടുക്കാൻ ഡിലേ ആവും. അപ്പോൾ അതിന് വേറെ ആരെങ്കിലും വന്നത് ബുക്ക് ചെയ്ത് പോവും. അവർ ക്യാഷ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് വന്ന ആൾ പിന്നെ കുറേ കഴിഞ്ഞിട്ടാവും വരിക, ക്യാഷ് അടിച്ചിക്കണേ അല്ലെങ്കിൽ ക്യാഷ് അടക്കട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഒരു നോക്കട്ടെ ഇതിൽ ഐറ്റംസ് കഴിഞ്ഞിക്കണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ ആകെ ഒരു ജഗപൊകയാണ്. അപ്പോൾ അതിനേക്കാളും കഷ്ടപ്പാടാണ് ബീഡ്സും മെറ്റീരിയൽസ് സെയിൽ ചെയ്യുക എന്നുള്ളത്. മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ പാക്കിങ് നടന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ളൂ. ഡിസ്പാച്ച് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ഇത് കുറേ പണിയാണ്. നമ്മൾ ഇത്ര ഗ്രാം അളന്ന് എടുക്കണം. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. ഒരാഴ്ചനുള്ളിൽ എന്തായാലും പാക്കിങ് തീർക്കൂട്ടാ. അപ്പം പെട്ടെന്ന് ബുദ്ധിമുട്ടിക്കരുത് ആരും. മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പാക്കിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മോള് വന്നിട്ട് കരയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിലപ്പം ചെയ്യാൻ വിചാരിച്ച എല്ലാ പണിയും അവിടെ സ്റ്റോപ്പാവും. കുട്ടികളുണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ. എന്നാലും ഒന്നും കേടാക്കൊന്നുമില്ല കേട്ടോ. ആൾ വന്നാലും അങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. കുറേ നേരമൊക്കെ TV കാണും അവൾ. ഫുഡൊക്കെ കൊടുത്താൽ ചിലപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കും. എന്തോ ഒരു പനീൻ്റെ ലക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെയാണ്. ഞാനിവിടെ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം പുതിയ ഐറ്റംസൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഫുള്ളായി ക്ലീനായി കിട്ടിയിട്ടില്ല. കാരണം പാക്കിങ് ചിലപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരുന്ന് ചെയ്യും, ചിലപ്പോൾ ഞാൻ ടാബിൽ പോയി ഇരുന്ന് ചെയ്യും. ആകെ ഒരു അലമ്പ് സമയമാണ് ഇപ്പോൾ എന്താണെങ്കിലും. ഇപ്പം എല്ലാ ഐറ്റംസും വലിച്ചു വാരിയിട്ട പോലത്തെ ഒരു അവസ്ഥയാണ്. കാരണം ചില സാധനങ്ങൾ എടുക്കും, എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കും, ഇവിടെ നോക്കും, അവിടെ വെക്കും, ബോക്സ് തിരിഞ്ഞ് അങ്ങോട്ട് പോകും. അങ്ങനെ ഒരു കഥയാണ്. കാണുന്നവർക്ക് ചിലപ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഭയങ്കര ടഫാണ് സംഭവം. ചിലർ എന്താ പറയുക, ഒരു മാസം അല്ലെങ്കിൽ 2 മാസം മുന്നേക്ക് ഓർഡർ തുടങ്ങും. അതുണ്ടോ ഇതുണ്ടോ, അതിൻ്റെ റേറ്റ് എത്ര, ഇതിൻ്റെ റേറ്റ്. വീഡിയോയിൽ കണ്ട ഐറ്റംസ് ആയിരിക്കും, അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആയിരിക്കും ഈ ചോദിക്കുന്നത്. അത് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നു, അതിൻ്റെ പ്രൈസ് പറയുന്നൊക്കെ ഉണ്ടാകും. എന്നിട്ടും ചോദിക്കും കുറേ പ്രാവശ്യം, തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ട് പിന്നെ അടുത്ത സാധനം ചോദിക്കും. എന്നിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കും. വീണ്ടും അടുത്ത സാധനം. അങ്ങനെ 2-3 മാസമായിട്ട് കളിപ്പിച്ചിട്ട് ചിലപ്പം വാങ്ങിച്ചാൽ ഒരു 200 രൂപേൻ്റെ സാധനമൊക്കെ വാങ്ങിക്കും. അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. പിന്നെ ഒരു വിവരം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നവരും ഉണ്ട് കേട്ടോ ഈ ഒരു ഇതിൽ. എടുത്ത് പറയണം, എനിക്ക് കുറേ ദിവസങ്ങളായിട്ട് ഒരാൾ മെസ്സേജ് തന്നെയാണ്. എന്നിട്ടിപ്പോൾ അവർ ആകെ ഓർഡർ ചെയ്തിട്ടുള്ളത് 3 ക്രാബാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം നമ്മളിതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇവർക്ക് റിപ്ലൈ കൊടുക്കുക. റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ശല്യം ചെയ്യുക. അങ്ങനത്തെ കുറേ ആൾക്കാരും ഉണ്ട്. അപ്പം നിങ്ങളങ്ങനെ ചെയ്യാതിരിക്കട്ടോ. 1-2 ആൾക്കാർ, എല്ലാവരും ഒന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇറങ്ങി വരുന്നവർ. ചിലരുണ്ട് കേട്ടോ നല്ല പെട്ടെന്ന് തന്നെ അവർക്ക് റേറ്റും ഫോട്ടോസും ഒക്കെ അറിയാം. അവർ ഫോട്ടോസും റേറ്റും നമുക്ക് ഇതല്ലേന്ന് ചോദിക്കും. എനിക്ക് പാക്കിങ് ചെയ്യുമോ, അഡ്രസ്സും അവർ അയക്കും, പേയ്മെൻറ്റും ചെയ്തിട്ട് പെട്ടെന്ന് തീർക്കുന്നവരും ഉണ്ട്. ചിലർ വെറുതെ ഒരു രസം ടെക്സ്റ്റൈൽസ് പോയിട്ട് നമ്മൾ ആ ഡ്രസ്സ് ഈ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് ചിലരുണ്ടല്ലോ എടുത്ത് അങ്ങനെ ഇടുന്നവർ. അതുപോലെയാണ് ഇവിടെ എന്നാ വിചാരം.
എന്താ പറയുക, പിന്നെ നമ്മൾ ബിസിനസ്സിൽ നമ്മൾ അങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ പെരുമാറണ്ടെന്ന് വിചാരിച്ചിട്ട് കണ്ണും ചിമ്പി പിന്നെ അയച്ചു കൊടുക്കും, അത്രയേ ഉള്ളൂ. ബീഡ്സ് ഓർഡർ ചെയ്തവരോട് ഒന്നും കൂടി ഞാൻ പറയുകയാണ്, കുറച്ച് ഡിലേ ഉണ്ടായിരിക്കും. കാരണം ഇതൊക്കെ എടുത്ത് വെച്ച് വരാനായിട്ട് കുറച്ച് സമയം പിടിക്കും. കുട്ടികളായിട്ടൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എങ്കിലും ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ ഡിസ്പാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നുണ്ട്. റംസാനായിട്ട് ഒത്തിരി ഐറ്റംസ് വരുന്നുണ്ട്. എല്ലാവരും വെയിറ്റിംഗ് ചെയ്യുക. നമ്മളെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ഇടുക. പിന്നെന്താ, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മാത്രമേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.